ഹായ് ഹലോ അശ്വതീസ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതവിടെ അടയുണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അടയുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അട കണ്ടോ, നല്ല തിന്നാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അട എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് അതിനായിട്ട് ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്കൊരു 10 എണ്ണമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. പച്ചവെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കുകയാണെങ്കിൽ നമ്മൾ അട ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ ചൂടുവെള്ളമാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിലൊരു നുള്ളു ഉപ്പ് ചേർക്കണം കേട്ടോ, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലൂസാക്കി വേണം കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടേ. ഇനി അടുത്ത് നമുക്ക് തേങ്ങ വേണം. തേങ്ങേൻ്റെ കൂടെ ഞാൻ കുറച്ച് അവിലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെല്ലം ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ടേ. അപ്പോൾ സാധാരണയാണെങ്കിൽ ഇതാ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പരത്തി കഷ്ടപ്പെടും, നമുക്ക് ടൈമും ഒരുപാട് മെനക്കേടാണ്. അപ്പോൾ ഞാനും ആദ്യം ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് നമുക്ക് ഈ ഒരു ട്രിക്ക് ഒരാൾ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉണ്ടാവില്ലേ ചപ്പാത്തി പ്രസ്. ആ ചപ്പാത്തി പ്രസ്സിൽ ഇതാ നമ്മൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് അതിൽ വെച്ച് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതാ എളുപ്പത്തിൽ നമുക്കിത് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതാ നേരെ നമ്മുടെ ഇല പ്രസ്സിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് പണി കഴിയും. അപ്പോൾ ഇത് നമുക്ക് നേരെ ഇലയിൽ വെച്ചിട്ട് തേങ്ങയുടെ മിക്സൊക്കെ ചേർത്തിട്ട് പ്രസ് ചെയ്തിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലിച്ചെമ്പിലാണ് അടയൊക്കെ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇഡ്ഡലിച്ചെമ്പിൻ്റെ നമ്മുടെ സെൻറ്ററിലായിട്ട് ഒരു ചിരട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ അട വെക്കുമ്പോഴത്തേക്കും അതെല്ലാം അമർന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അട പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാനിതാ ഈസി കുക്കിൽ ഒരു 10 മിനിറ്റ് ടൈം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് തന്നാലെ തന്നെ ഓഫ് ആയിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ അടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.